ത്രിമൂർത്തികളിൽ സംഹാരത്തിന്റെ ദേവനാണ് മഹാദേവൻ. മറ്റു രണ്ട് മൂർത്തികളെയും പോലെയല്ല, വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ദേവനാണ് മഹാദേവൻ. ഈ മഹാദേവന് വഴിപാടുകൾ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് മഹാശിവരാത്രി ദിവസം. ശിവഭഗവാൻ കോടി സൂര്യപ്രഭയോടെ ശിവലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് ഈശാന സംഹിതയിൽ പറയപ്പെടുന്നത്. ഈ ശിവരാത്രി നാളിൽ എന്തെല്ലാം വഴിപാടുകൾ ഭഗവാന് വേണ്ടി ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെയും പൂർണ്ണ ഫലം ഭഗവാൻ നമുക്ക് തിരിച്ചു തരും എന്നാണ് വിശ്വാസം. ശിവരാത്രി വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉറക്കമൊഴിയുക എന്നുള്ളതാണ്. കാരണം ശിവരാത്രി ഐതിഹ്യം പറയപ്പെടുന്നത് തന്നെ കാളകൂട വിഷം പാനം ചെയ്ത ഭഗവാന്റെ കണ്ഠത്തിൽ നിന്നും ആ വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി പാർവതി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ പിടിച്ച് രാത്രിയിൽ മുഴുവൻ ഉറങ്ങാതെ ഇരുന്നു എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ പാടിക്കൊണ്ട് തന്നെ മറ്റുള്ള ദേവന്മാരും ആ ദിവസം ഉറക്കമൊഴിഞ്ഞു. ഈ ഉറക്കമൊഴിയലാണ് നമ്മൾ ഈ ശിവരാത്രി വ്രതത്തിലും അനുയോജ്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്രതരീതി. അപ്പോൾ ശിവരാത്രി ദിവസത്തില് ഭഗവത് ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ അനുയോജ്യമായ വഴിപാടുകൾ ചെയ്യുകയും യാമപൂജയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് ശിവരാത്രി വ്രതത്തിന്റെ പുണ്യം പൂർണ്ണമായും നമ്മളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കും. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ഈ ശിവരാത്രി വ്രതം ആഘോഷിക്കുന്നത്. ഇത്തവണ 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി ബുധനാഴ്ചയാണ് ശിവരാത്രി വ്രതം വരുന്നത്. ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും ഹാലാസ്യ മാഹാത്മ്യവും ശിവപുരാണവും ഒക്കെ പാരായണം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ ശിവരാത്രി വ്രതത്തിലൂടെ പ്രാർത്ഥിക്കാം.